ഹലോ നമസ്കാരം. നമ്മുടെ വാണിയംകുളം ചന്തയിലാണ്. കേരളത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കച്ചവടം നടക്കണ വലിയൊരു ചന്തയാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഇന്ന് റേറ്റ് പറയണത് 45 റുപ്യാണ് റേറ്റ് പറയുന്നത്. 41 ലാസ്റ്റ് കൊടുക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര കണ്ടുണ്ട്, ആ വിലക്കുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് അടിക്കുക. അപ്പൊ നല്ല കുട്ടികളാണ് വാണിയംകുളം ചന്തയിൽ വരുന്നത്. നല്ല ടോപ്പ് കുട്ടികള്, അതിൽ മുറ കുട്ടികൾ തന്നെ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഇക്കന്നെ വിളിക്കുന്നുണ്ട്. ഈ ഇക്കനാണ് പറയും റേറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഈ അട്ടയാണ് എടുക്കുകയാണെങ്കിൽ റേറ്റ് കമ്മിയായി കിട്ടും. അപ്പൊ ഒരുമിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ്. ഈ വില പറയും നോയിക്കോട്ടോ. 26 മീനെ കിട്ടും. 26 മിനിറ്റ് 26,000 വെച്ചിട്ട് കിട്ടും. ഇത്ര വലിയ കന്നാൾ 26,000 വെച്ചിട്ട് കിട്ടും. കിട്ടുന്നവർക്ക് ലാഭമാണ്. നിങ്ങളവിടെ എല്ലാ ആഴ്ചയും കന്ന് വരെ ചോദിച്ചേക്കാം. അത് 31 കഴിച്ചിട്ടുണ്ടോ? 41. കന്ന് നോക്ക്. ഇത് നല്ല മേടിക്ക് മേടിച്ചിട്ട് അത് ലാഭം കിട്ടില്ല. നല്ല അടിപൊളി. ഒന്നല്ല നിങ്ങൾ വേറെ സുലൈമാൻ ഇക്ക പറയുന്നത് 6 എടുക്കുകയാണെങ്കിൽ 26,000 റുപ്യ മേനിക്ക് കിട്ടും, അതിലും കുറയും. അപ്പൊ അതാണ് ചന്തയിലെ കച്ചവടം. ഒരുമിച്ച് ഇവിടുന്ന് എടുത്തിട്ട് പല ചന്തകളിലും വിൽക്കുന്ന ആളുകളുണ്ട്. പല ഭാഗത്തുനിന്നും, കണ്ണൂര്, മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഈ പാലക്കാട് ജില്ലയിലെ ഈ വാണിയംകുളം ചന്തയിലേക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളി കുട്ടികളുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിലെ നല്ല കുട്ടികള് ചന്തയിലുണ്ട്. ഇവിടുന്ന് പറഞ്ഞാൽ മൊത്തം കച്ചവടം, വലിയ കച്ചവടമൊക്കെ ഇവിടുന്ന് നടക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് എടുത്തിട്ട് വേറെ ഭാഗത്തേക്ക് കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് വലിയൊരു ചന്തയാണ്, വലിയൊരു മാർക്കറ്റാണത് വാണിയംകുളം ചന്ത എന്ന് പറയുന്നത്. ആളുകൾ എടുക്കാന്നുണ്ടെങ്കിൽ യാത്ര സമയം, അതേപോലെ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വണ്ടി ചെലവും ഏറെ ഒന്നും ചിന്തിച്ചരുത്. കാരണം ക്വാളിറ്റിയിൽ ഇട്ടുണ്ടോ നല്ല മുറ കുട്ടി, നല്ല ചെറിയ കൊമ്പ് മുറ കുട്ടി എന്ന് തന്നെ പറയാം. നല്ല കുട്ടികള്, നല്ല വാണിയംകുളം ചന്ത എന്ന് പറഞ്ഞാൽ ടോപ്പ് ചന്തയാണ്, ഒരു സംശയമില്ല. നല്ല കുട്ടികളാണ് ഈ വാണിയംകുളം ചന്തയിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ പോയ ചന്തക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. പോത്തുംകുട്ടിയാകൊന്നും ഒരു ക്ഷാമവുമില്ല. ഏത് വലിപ്പമാണ്, ഏത് ലെവലിലുള്ളതാണെങ്കിലും ഇവിടെ കിട്ടും. ഇതുണ്ടോ മുറ കുട്ടി എന്ന് തന്നെ പറയാം, ഒറിജിനൽ മുറ ടോപ്പ് കുട്ടിയാണിത്. 36,000 റുപ്യാണ് ചോദിക്കുന്നത്. 36 റുപ്യ ടോപ്പ് കുട്ടിയാണ്. അപ്പൊ ആളുകള് ഒന്ന് തെരഞ്ഞ് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ കുട്ടി കിട്ടും. അതുപോലെ റേറ്റും കമ്മിയാവും. ഈ ഭാഗത്തുള്ളതൊക്കെ ചെറിയ മൂരിക്കുട്ടികള്, പൈക്കുട്ടികള്, അതേപോലെ കാളക്കുട്ടികളൊക്കെയാണ് കയറി ചെല്ലുന്ന ഈ ഭാഗത്ത്. അതുപോലെ ഈ ഒരു ഏട്ടൻ്റെ അടുത്തുള്ളത് 8,500 റുപ്യ മേനിക്ക് അദ്ദേഹം ചോദിക്കുന്ന വില 8,500. ചെറിയ റേറ്റിന് മൂരിക്കുട്ടി, പൈക്കുട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ ഇത് കാള, ഇത് ചെറിയൊരു പോത്തുംകുട്ടി. 15 റുപ്യാണ് ഇതിന് ചോദിക്കുന്നത്. 15 റുപ്യ. നല്ല അടിപൊളി കുട്ടിയാണ്. അപ്പൊ ചന്തയില് വരുന്നത് ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്, റേറ്റും കമ്മിയായി കിട്ടും. അതുപോലെ ഇതിന് 26,000 റുപ്യ വെച്ചു. അങ്ങനെ നല്ല കുട്ടികള്, പോത്തും കുട്ടികള്, കാരണം വളർത്തു കുട്ടികള് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഈ മൂരിക്കുട്ടി ഇത് പോയിട്ടുള്ളത് 18,500 ഉണ്ട്. ഈ ഭാഗത്ത് മൂരിക്കുട്ടികള്, പൈക്കുട്ടികള്, അങ്ങനെ എല്ലാ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലില്ല, ആഗ്രഹിക്കുന്ന ലെവലില്ല എല്ലാ കുട്ടികളും. ഇതിപ്പോ പറഞ്ഞ ഈ ഏട്ടൻ്റെയാണ്. ഏട്ടൻ കുറഞ്ഞ റേറ്റിന് കൊടുക്കാം. 8,500 റുപ്യ മേനി, അതിൽ കുറയും, റേറ്റ് കുറയും. അപ്പൊ ചെറിയ വിലക്ക് ആളുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം. ചെറിയ റേറ്റിന് കിട്ടും. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വലുപ്പത്തിലും കിട്ടും. എല്ലാവിധ കുട്ടികളും വാണിയംകുളം ചന്തയിലുണ്ട്. പോത്തുംകുട്ടികള്, കുഴപ്പമില്ലാത്തൊരു പോത്തുംകുട്ടിയാണ്. എല്ലാ കുട്ടികളും, മൂരിക്കുട്ടി, കാളക്കുട്ടി, വളർത്തുകുട്ടികള് ഒരുപാടുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. രണ്ട് ചെറിയ കുട്ടികള്, മൂരിക്കുട്ടി 18 റുപ്യ ചോദിക്കണ്. അങ്ങനെ ഒരു ലെവലില്, ആ ഒരു ലെവലിലാണ് വിലകളൊക്കെ ഏകദേശം ഉള്ളത്. ഈ പോത്തും കുട്ടികളൊക്കെ എടുത്തിട്ടുള്ളതാണ്, ചന്തയിൽ നിന്ന് മാറ്റി കെട്ടിയിട്ടുള്ള, മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലെ കുട്ടികൾ ഫാമിൽ നിന്ന് കാണുന്നത്. അതുപോലെ ഇത് കുട്ടി ടോപ്പ് കുട്ടിയാണ്, ഒരു ഒന്നും പറയാനില്ലാത്തൊരു കുട്ടിയാണിത്. കാരണം ഇതിന്റെ നെയ്സ് തൊലി, ആ ചുളിവ്, പിന്നെ നല്ല ടോപ്പ് കുട്ടിയാണ്. മുറ എന്ന് പറയാം. കയറ് ഔത്തില് ചുവപ്പ് കയറിട്ടാല് മുറ, ഒറിജിനൽ മുറ തന്നെയാണ്.
ഇതൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. അതുപോലെ ഇത് 26,000 വെച്ചു ഈ തല്ലത്തെ. അതേപോലെ ഇത് 18,500 പോയിട്ടുള്ളത്. അതുപോലെ ഇത് 18, ഈ വെള്ള കാള 18 ചോദിക്കണത്, വെള്ള മൂരിക്കുട്ടി ചോദിക്കുന്നത്. അതുപോലെ ഇതൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ കുട്ടികൾ, എല്ലാവിധപ്പെട്ട ചെറിയ ചെറിയ കുട്ടികളും ചന്തയിലുണ്ട്. ഈ വെള്ള 18 ചോദിക്കണം കേട്ടോ, വെള്ള 18 ചോദിക്കണം. ചന്തയിൽ വന്നാൽ മതി. ചന്തയിൽ വന്നിട്ട് നിങ്ങൾ വില പറയാം എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് കിട്ടും. ഓല് ചോദിക്കും ഇനി എത്ര മെയിനായിട്ട് പറയണെന്ന് പറയും. പക്ഷെ നമുക്ക് എത്ര കണ്ടുണ്ട് എന്നുള്ള റേറ്റ് പറഞ്ഞാൽ ഇത് നല്ലൊരു പോത്തുംകുട്ടിയാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള പോത്തുംകുട്ടി. ഇതല്ല നല്ല ഇഷ്ടപ്പെട്ടൊരു പോത്തുംകുട്ടിയാണ് ഇപ്പൊ അല്ലേല്. അതുപോലെ ഇതൊക്കെ നിരന്ന് നിൽക്കുന്ന ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുണ്ട്. ഈ ആഴ്ചയിലെ വാണിയംകുളം ചന്തയിലെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. ഒരു ക്രോസ് എന്ന് തന്നെ പറയാം, മുറ ക്രോസ് കുട്ടികള് ഫാമിൽ കിട്ടുന്ന അതേപോലത്തെ ചെറിയ കൊമ്പും കാര്യങ്ങളും തല ഹെഡൊക്കെ അല്ലേ ടോപ്പ് കുട്ടികൾ. ഇതിൽ ഒന്നോ രണ്ടെണ്ണോ കുറച്ച് ക്വാളിറ്റി ഇല്ല എന്നല്ല, പക്ഷെ അതുണ്ടോ നല്ല ബാക്കും കാര്യങ്ങളും അതുപോലെ വാലിന്റെ ഇറക്കവും ആ വെള്ള കളറും എല്ലാം കൊണ്ടും നല്ല മൊത്തത്തില് നല്ല വൃത്തിയുള്ള കുട്ടികളാണ്. ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റ് എന്ന് പറയുന്നത് ഒരു 20-22 ആ മീൻ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് വില. അപ്പൊ നമുക്ക് റേഞ്ച് നമ്മളെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ആ ലെവലിലുള്ള കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യാം. അത്ര കണ്ട് ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ നിന്ന് എടുത്തിട്ടാണ് പല ചന്തകളിലേക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അറിയാലോ, നമുക്ക് ഒരു റേറ്റ് അത്ര കിട്ടും, കമ്മിയായി കിട്ടും. ഏകദേശം നമ്മളുടെ ഒരു ബഡ്ജറ്റ് നമ്മൾ എത്രക്കാണ് എടുക്കാൻ കണ്ടിട്ടുള്ളത് എന്നുള്ള റേറ്റും അറിഞ്ഞാലേ നമുക്ക് ഏകദേശം റേറ്റ് കമ്മിയാക്കിയിട്ട് തന്നെ എടുക്കാൻ കഴിയും. ഈ വില നമുക്ക് അറിയാത്തത് കൊണ്ടാണ് വില പറയാൻ. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എന്നോട് വില പറഞ്ഞത് 24-22 മീനാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ പോത്ത് മുതൽ വലിയ പോത്ത് വരെ പറയണത്. അപ്പൊ അതിന്റെ റേറ്റ് ഏകദേശം കമ്മിയായി കിട്ടും. നല്ല ക്വാളിറ്റിയിലെ കുട്ടികളാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ. നല്ല ക്വാളിറ്റി കുട്ടികളുണ്ട്. ചെറിയ കൊമ്പ്, അതുപോലെ അതിൻ്റെ ഇടയിൽ കുറച്ച് വലിയ കൊമ്പും കാര്യങ്ങളൊക്കെ ഉള്ള, കുറച്ച് മോശം എന്ന് പറയാനല്ല, നല്ല ക്വാളിറ്റിയിലെ കുട്ടികള് ഇതുണ്ട്. ചെറിയ കൊമ്പ്, നല്ല ഹെഡ്. അപ്പൊ തെരഞ്ഞെടുക്കുക, നല്ല കുട്ടികളെ തെരഞ്ഞെടുക്കുക. ചന്തയില് ഈ ആഴ്ചയിലെ ചന്തയിലെ കളക്ഷൻസ് ആണ്. പോത്തുകളുടെ ഒരു ശാഖര തന്നെ ഉണ്ട്. പോത്തും കുട്ടികളും പോത്തുകളുമാണ് കൂടുതലുള്ളത്. പോത്തുംകുട്ടികള്, വളർത്തു പോത്തുകുട്ടികള് കൂടുതലും ഉള്ള ചന്ത എന്ന് തന്നെ പറയാൻ വാണിയംകുളം ചന്ത. ഇതിന്റെ ഇടക്ക് മുറാക്രോസ് കുട്ടികളും ഇതിന്റെ ഇടയിലുണ്ട്. അതൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് പോകും, മാറ്റി വെക്കും. ഇതൊക്കെ ഉണ്ട് ചെറിയ കൊമ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ടോപ്പ് കുട്ടികള്. ഈ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഇത് 41 ചോദിച്ചത് കണ്ടോ. ഇതൊക്കെ ഇത് 41 ചോദിച്ചത്. അപ്പോൾ ഈ ആഴ്ചയിലെ വാണിയംകുളം ചന്തയിലെ പോത്തുംകുട്ടികളുടെ ഒരു നിര തന്നെ ഉണ്ട്.